ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റവയും നേന്ത്രപ്പഴവും കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയ രുചികരമായിട്ടുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാൻ ആദ്യം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. ശർക്കര ഇവിടെ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ അരക്കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ക്യാരറ്റ് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വരണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി ആ ശർക്കര പാനിയെല്ലാം കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവിലാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് അവിലെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ള അവിലെടുത്താലും കുഴപ്പമില്ല, ഞാനിവിടെ മട്ട അവിലാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ 2 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ളൊരു കേക്ക് ടിൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്നും പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഫില്ലിങ്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ചതിന് ശേഷം ബാക്കിയുള്ള മാവും കൂടെ അതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കണം. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കേണ്ടതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും